ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട 5 പ്രൊപ്പ് ഫേംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്കറിയാം, കുറച്ച് നാളായിട്ട് പ്രൊപ്പ് ഫേം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രൂ ഫോറക്സ് ഫണ്ട് എന്ന് പറയുന്ന വലിയൊരു ഫേം പൂട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അവർ നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നെ സെർച്ച് ട്രേഡർ എന്ന് പറയുന്നൊരു ഫേമും നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൂ ഫോറക്സ് ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു, ഒരു കമ്പനി ആയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഇപ്പോൾ ഈ മെറ്റാകോഡ്സിൻ്റെ ഇഷ്യൂ വല്ലാതെ പ്രൊഫം ഇൻഡസ്ട്രീനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തെ റേറ്റിംഗിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് കൃത്യമായിട്ട് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് ട്രേഡർ സോബിഷ് ഉണ്ട്. ഹായ് സോബിഷ് ബ്രോ. അപ്പോൾ എങ്ങനെ ഇന്നത്തെ നമ്മുടെ റേറ്റിംഗിൽ 5ാം സ്ഥാനത്ത് വരുന്ന ഇൻഡസ്ട്രി ഏതാ? 5ാം സ്ഥാനത്ത് വരുന്നത് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പേഔട്ടും കാര്യങ്ങളിലും അതുപോലെ തന്നെ പേഔട്ട് റിജക്ഷനൊന്നും ഇല്ലാതിരുന്ന ആൽഫ ക്യാപിറ്റലാണ് നമ്മൾ 5th വന്നേക്കുന്നത്. 5th വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അവരൊരു 10K അടുത്ത് വരുന്ന 3 പേരുടെ പേ ഔട്ടാണ് റിജക്ട് ചെയ്തേക്കുന്നത്. ആ പേ ഔട്ട് റിജക്ഷൻ അവർ റീസൺ ആയിട്ട് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ XIUSD USD വരുന്ന ന്യൂസ് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ബാക്കി വേണമെങ്കിൽ ആ സമയത്ത് മാത്രം ട്രേഡ് ചെയ്യാണ്ടിരുന്ന് വെച്ചാൽ മതി. പക്ഷെ ഇവരെന്താണ് അവർക്ക് റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ AUD USD ടൈമിങ്ങിൽ, ന്യൂസ് ടൈമിൽ ഇവർ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പേ ഔട്ട് അവർ റിജക്ട് ചെയ്തേക്കുന്നത്. കറൻസി പെയറിന്റെ സമയത്ത്, ന്യൂസിന്റെ സമയത്ത് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നു, USD ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് റീസൺ ആയിട്ട് കണ്ടെത്തിയേക്കണേ. അപ്പൊ അതാണ് ആൽഫയ്ക്ക് ഇതുവരെയായിട്ടും അങ്ങനെ റിജക്ഷൻ ഈ ഒരു ടൈം വരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അത് ഒന്ന്. അതുപോലെ തന്നെ അവരുടെ KYC റിജക്ഷൻ വരുന്നുണ്ട് ഒത്തിരി. KYC ഇപ്പോൾ നമ്മളിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ KYC കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അടുത്ത് ആരും ഉണ്ടാകരുത്. നമ്മൾ സെൽഫി മറ്റു കാര്യം നമ്മുടെ മൈക്ക് കൂടി അവരെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൗണ്ട് കൂടി കേട്ട് കഴിഞ്ഞാൽ KYC റിജക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് കമ്പനികളൊക്കെ മാനുവലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 years ആണെങ്കിലും മാനുവലിയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ആൽഫ ക്യാപിറ്റൽ റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സെക്കൻഡിൽ വരെ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ഒരു ഫേമാണ് ആൽഫ ക്യാപിറ്റൽ കഴിഞ്ഞതിന് മുമ്പത്തേക്ക് മാസങ്ങളിൽ. ഇത്തവണ ഞാൻ നോക്കിയപ്പോൾ അതൊരു പേ ഔട്ട് റിജക്ഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5th ആൽഫിനെ മാറ്റിയേക്കുന്നത്. നമ്മുടെ ട്രസ്റ്റ് പൈലറ്റിൽ ഒത്തിരി കംപ്ലയിൻറ്റ്സ് ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ 4.6 ആണ് വരുന്നത്. ഒരു 5K അടുത്ത് വോട്ടിങ്ങിൽ 4.6 വന്നേക്കാണ്. KYC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രോ ആൽഫ ക്യാപിറ്റലിന്റെ CEO ആയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയില്ലായിരുന്നു? അത് നടത്തിയിരുന്നു. അവരപ്പോൾ ഡിസ്കോഡിൽ അവർ പറഞ്ഞത് പറഞ്ഞു നന്നായി. KYC അവർ നിലവിൽ KYC പറഞ്ഞവർക്ക് എല്ലാവർക്കും അക്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തിന്റെ വോയിസ് വന്നേക്കുന്നത്, അവർ ഒന്നുകൂടി ന്യൂസ് ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഇന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം പേ ഔട്ട് ചിലപ്പോൾ റിലീസ് ചെയ്യാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അത് ചിലപ്പോൾ കാരണം അവർക്ക് ഒരു 10K ഇതുള്ളൂ. അതിനുവേണ്ടി ഇത്രയും അവർ ഇത് ചെയ്യേണ്ട, റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്ര ഫേമിന്റെ ഭയങ്കരമായ കംപ്ലയിൻറ്റ്സ് വന്നു അതിൽ. അപ്പോൾ അവർ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മുടെ 4th പൊസിഷനിൽ ആരാണ്? 4th നമുക്ക് അസെൻഡെക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയാണിത്. നമുക്ക് അത്യാവശ്യം പറഞ്ഞിട്ടില്ല, പുതുതായിട്ട് വന്നേക്കുന്ന ഒരു കമ്പനിയാണ്. അവരെ ഓഫറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. 50% ഓഫർ ഉണ്ട്. പ്രൈസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കും മറ്റു കമ്പനികളൊക്കെ ആയിട്ട് വെച്ച് കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 1 year ആയിട്ടില്ല, ഒരു 8 month ആയിട്ടുള്ളൂ. പേ ഔട്ട് റിജക്ഷനും കാര്യങ്ങളും ഒന്നും വരാതെ, ആൽഫയുടെ സെയിം പോലെ UK ബേസ്ഡ് കമ്പനി കൂടിയാണ്, രണ്ടുപേരും UK ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേ ഔട്ട് റിജക്ഷനും കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കമ്പനി ആയതുകൊണ്ട് അവരിപ്പോൾ സീ ട്രേഡറും ഉണ്ട്, MT5 അവൈലബിൾ ആണ്. MT5 നിലവിലുണ്ട്. ഇപ്പോൾ നിലവിൽ പ്ലാനിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അവർ MT5 ലൈസൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ അവർ ഇത് ചെയ്യും. പിന്നെ ട്രസ്റ്റ് പൈലറ്റ് നമുക്ക് 4.4 ആണ്. അതിപ്പോൾ പുതിയൊരു കമ്പനി ആയതുകൊണ്ട് വന്നേക്കുന്ന ഒരു റേറ്റിംഗ് ആയിരിക്കാം. സപ്പോർട്ട് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഡിസ്കൗണ്ടിലൊക്കെ ആണെങ്കിലും ടിക്കറ്റ് റൈസ് ചെയ്താൽ വേഗം കിട്ടും. അതുപോലെ തന്നെ 5 days ആണ് അവർക്ക് ലൈവ് അക്കൗണ്ട് കിട്ടാനായിട്ട്. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 4th പൊസിഷനിൽ അസെൻഡെക്സ് ക്യാപിറ്റലിനെ വെക്കാം. അടുത്തത് ആരാണ്? തേർഡ് പൊസിഷനിൽ നമ്മൾ 5 years ആണ്. 5 years നിലവിൽ നമുക്ക് വേറെ പേ ഔട്ട് റിജക്ഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്ലാൻസ് ഒക്കെ ഒരു പഴയ മോഡൽ തന്നെയാണ്. അവർ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട്. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും പേ ഔട്ട് റിജക്ഷൻ ഇല്ലാത്തൊരു കമ്പനിയാണ്. എന്നാൽ തന്നെ അധികം പേര് അതിനകത്തേക്ക് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 4.8 ഉണ്ട്. ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്ന ഏറ്റവും നല്ല വോട്ടിംഗ് ഉള്ള ഒരു നല്ലതാണ്. റിജക്ഷൻ ഒന്നുമില്ല. പക്ഷേ പ്ലാൻസ് ഒന്നും അവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പകുതി ഇപ്പോൾ പുതുതായിട്ട് വരുന്നവരാരും ഇതിലേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്.
പിന്നെ നമ്മൾ അവരുടെ ഒരു ബൂട്ട് ക്യാമ്പിന്റെ ഒരു കേസ് വന്നു. ഞാനിപ്പോൾ ബൂട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കാര്യങ്ങൾ പോകുന്നില്ല ഇപ്പം. കാരണം വെച്ചാൽ കുറച്ച് ഇതിൽ ലോസിലേക്കും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അതുപോലെ എനിക്കിപ്പോൾ ബുക്ക് മാപ്പിൻ്റെയും ഓർഡർ ഫ്ലോയുടെ സോഫ്റ്റ്വെയർ ഡാറ്റ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ കുറച്ച് ട്രേഡൊക്കെ ചെയ്ത് കുറച്ച് ലോസിലേക്ക് വന്നേക്കാണ്. എന്തെങ്കിലും ഞാൻ പിന്നെ തീരുമാനിച്ചു ആ ഡാറ്റ ഒക്കെ കിട്ടിയതിന് ശേഷം തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ലോസിലാണ് ഇപ്പോൾ സെക്കൻഡ് ഫേസിൽ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ബൂട്ട് ക്യാമ്പ് അല്ലേ സജസ്റ്റ് ചെയ്യുന്നത്? അത് നല്ലൊരു പ്ലാനാണ്. ഇപ്പോൾ ഒരു 100K അക്കൗണ്ടൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങളൊരു $300 കൊടുത്ത് വലിയ അക്കൗണ്ട് സൈസ് ഒന്നും എടുക്കണ്ട. അതിന് പറയുമ്പോൾ ഇവരൊരു ബൂട്ട് ക്യാമ്പ് ഉണ്ട് 5 yearsന്റെ. അതാകുമ്പോൾ ഒരു $95 കിട്ടും. 3 phase ആയിരിക്കും. ഫസ്റ്റ് ഫേസിന് $25 തരും. അത് പാസ്സായി കഴിഞ്ഞാൽ 75 വരും. അതിനുശേഷമാണ് 100K വരുന്നത്. 100K തരുന്ന സമയത്ത് മാത്രം നമ്മൾ $205 കൊടുത്താൽ മതി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു $300 അടുത്ത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ഡ്രോ ഡൗൺ ഇല്ലാത്ത ഒരു ഇതാണ്. ഫസ്റ്റും സെക്കൻഡ് ഫേസും ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല, ഒറ്റ ഡ്രോ ഡൗൺ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നമുക്കൊരു സ്ട്രാറ്റജി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ നോക്കിയിട്ട് നല്ല ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ക്യാമ്പ്. ഓക്കെ, അടുത്ത പൊസിഷനിൽ നമ്മൾ ആരെയാണ് വെച്ചേക്കുന്നത്? സെക്കൻഡ് പൊസിഷനിൽ അടുത്ത പൊസിഷനിൽ നമ്മൾ വെച്ചേക്കുന്നത് ഫണ്ടർ നെക്സ്റ്റ് ആണ്. ഫണ്ടർ നെക്സ്റ്റ് കുറച്ച് നാളാണ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ IP അഡ്രസ് റൂൾ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരുന്ന ഒരു ഫേമായിരുന്നു അവർ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 2 months ആയിട്ട് തോന്നുന്നു വെബ് ഹിസ്റ്ററി സെർച്ചിങ്ങിലും എല്ലാ കാര്യങ്ങളിലൊക്കെ FTMO ആയിരുന്നു. ഇത്രയും നാൾ വർഷങ്ങളോളം FTMO ആയിരുന്നു ഫസ്റ്റ്. അവരെ കവർ ചെയ്ത് ഫണ്ടർ നെക്സ്റ്റ് വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിലവിൽ അക്കൗണ്ടൊക്കെ എടുത്തിട്ട് കുറച്ച് നാളുകളായി. അതിൽ അവരുടെ പേ ഔട്ട് റിജക്ഷൻ ഒന്നും ഇല്ല. ഇപ്പോൾ അവർ പുതുതായിട്ട് അവതരിപ്പിക്കുന്നത് 24 hourനുള്ള അവർ പേ ഔട്ട് കൊടുത്തില്ലെങ്കിൽ $1000 നമുക്ക് എക്സ്ട്രാ തരും. അവർ മണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ $1000 നമുക്ക് എക്സ്ട്രാ തരും. അതുപോലെ തന്നെ പിന്നെ അവർ നല്ലൊരു പ്ലാൻ ഉള്ളത് സ്റ്റെല്ലർ എന്ന് പറഞ്ഞ പ്ലാൻ, നല്ലൊരു പ്ലാനാണ്. എന്ന് വെച്ചാൽ ഡെമോ ഫേസിൽ 15% തരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഓഫറിൽ അവർ കൊടുത്തിരുന്നത് ഡെമോ ഫേസിൽ 30% സ്റ്റെല്ലർ കൊടുക്കും. അപ്പൊ ഏകദേശം ഒരു 100K ഒക്കെ എടുക്കുന്ന ആൾക്ക് ഒരു $2000 ഒക്കെ എക്സ്ട്രാ കിട്ടാണ്. നമുക്കൊരു 1% എന്തോ ടാർഗറ്റ് ആയാൽ മതി. പേ ഔട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും വരാണ്. അതുപോലെ തന്നെ 4.6 ആണ് ട്രസ്റ്റ് പൈലറ്റിൽ വരുന്നത്. ഏകദേശം 14K വോട്ടിംഗ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തേക്കുന്നുണ്ട് ഫണ്ടർ നെക്സ്റ്റിൽ. അവരെ പിന്നെ ഒരു ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളൊന്നും ഒരു പേ ഔട്ടും റിജക്ട് ചെയ്തിട്ടില്ല. അത് പിന്നെ ഇപ്പൊ അതും നമ്മൾ തന്നെ ഗ്രൂപ്പുകളിലൊന്നും കാണുന്നില്ല. കാരണം ആദ്യം അത് സ്വന്തമായിട്ട് തന്നെയാണോ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടിയാണ് ചെയ്യണത്, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. അപ്പം എന്നെ 2 പ്രാവശ്യം അവർ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഇതിലൊക്കെ തന്നെ വിളിക്കുമ്പോൾ അവർ നമ്മൾ പറയുന്ന കാര്യം പോലും അവർ കേൾക്കില്ല. നമ്മൾ ട്രേഡർ ആണോന്ന് ജസ്റ്റ് ഒന്ന് അവർക്ക് ട്രേഡിംഗ് വ്യൂവും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിൻ്റെ പിപ്പ് സൈസ് എത്ര, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ട്രേഡ് അറിയാവുന്നവർക്ക് കയറി പോകാൻ പറ്റും. പിന്നെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്യുന്നവർ മറ്റൊരാൾക്ക് ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്നും അങ്ങനെ അധികം കാണുന്നില്ല. ഒരു 2 മാസമായിട്ടൊന്നും അങ്ങനെ അധികം കാണില്ല. അപ്പം എന്തൊക്കെയാണ് നമുക്കൊരു സെക്കൻഡ് പൊസിഷനിലേക്ക് ആൽഫയുടെ ഒക്കെ ഒരു ആ ഏരിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഫേമാണ്. അതുപോലെ തന്നെ അവർക്ക് ആഡ് ഓൺ വന്നിട്ടുണ്ട്. ആദ്യം 30 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പേ ഔട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 14 ദിവസത്തിനുള്ള ആഡ് ഓൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ 14ാമത്തെ ദിവസം നമുക്ക് പേ ഔട്ട് കിട്ടും. അതും 24 hours കിട്ടുകയും ചെയ്യാം. സോഫ്റ്റ്വെയർ MT5ന്റെ ഓൺ ഇതുണ്ട്. അവർക്ക് ഫണ്ടർ നെക്സ്റ്റിന്റെ തന്നെ സെർവർ ഉണ്ട്. അത്രയും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ്. ബ്രോക്കിംഗ് തന്നെ അവർ തന്നെ ഓൺ ആയിട്ടുണ്ട്. ലൈസൻസിലുള്ളതാണ്. ലൈവിലാണ്. ഡിസ്കോഡിൽ അവർ അത്രയും ഇതല്ല. പക്ഷെ ലൈവിൽ അവരൊരു സപ്പോർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 24 hours അവർ അത് റെക്ടിഫൈ ചെയ്ത് തരും ഒട്ടുമിക്ക കേസുകളും. ഇത്തവണത്തെ നമ്മുടെ 1ാം സ്ഥാനക്കാരനാരാണ്? ഇത്തവണത്തെ 1ാം സ്ഥാനക്കാരൻ ഞാൻ നോക്കിയിട്ട് ഇതുവരെയും പേ ഔട്ടൊന്നും റിജക്റ്റ് ചെയ്യാത്ത, റിപ്പോർട്ട് ചെയ്യാത്തൊരു ഫേം ഫണ്ടിംഗ് പിപ്സ്. ഫണ്ടിംഗ് പിപ്സ് ആണ് ഫസ്റ്റ് ഇതിലേക്ക് വന്നേക്കണം. അതിൽ 2 കാര്യങ്ങൾ. അവർ പുതുതായിട്ട് ഒന്ന് അവർ ഓൺ ബ്രോക്കിംഗ് ഇതിലേക്ക് വരാണ്. ഫോറക്സിന്റെ ബ്രോക്കിംഗ് ഫണ്ടഡ് നമ്മുടെ പ്രൊഫേം അല്ല, ഓൺ ബ്രോക്കിങ്ങിലേക്ക് വരാണ് അവർ. അതുപോലെ തന്നെ അവർ ഫ്യൂച്ചറും കൂടിയും വരാണ്. ഇപ്പോൾ നമ്മൾ CFD ആണ് ചെയ്യുന്നത്, മറ്റേ ഫ്യൂച്ചറും കൂടിയും ഗോൾഡിൻ്റെ എല്ലാ ഇതിലും ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് US ക്ലയൻസിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണ്. അത് മാത്രമല്ല അവരിപ്പോൾ പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ചു. 3 phase വെച്ചിട്ടുള്ളത് പ്ലാൻ അവതരിപ്പിച്ചു. സെക്കൻഡ് ഫേസ് വെച്ചിട്ടുള്ളത് ഓൾറെഡി ഉള്ളതും പിന്നെ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ പേ ഔട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പുതുതായിട്ട് നല്ല അപ്ഡേറ്റ് ഉള്ളൊരു കമ്പനി. അതുപോലെ തന്നെ അവരുടെ CEO ഒക്കെ ലൈവായിട്ട് ആക്റ്റീവാണ്. ട്വിറ്ററിലെ എല്ലാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഫോം ഇടും, ഗൂഗിൾ ഫോം ഇടും. ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാണ്ടോ അതിന് ഞാൻ ഒരിക്കൽ ഇതിട്ടിട്ട് എനിക്കത് ഒരു 1 hour തന്നെ ഡിസ്കോഡിൽ നമ്മുടെ അതിൽ കോൺടാക്ട് ചെയ്ത് എനിക്കത് ചെയ്തു. നമുക്ക് ഇതുപോലെ പൈസ
അധികം വന്നത് ഇത് ചെയ്തപ്പോൾ എക്സ്ട്രാ അക്കൗണ്ട് ഒക്കെ തന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഇവർ നമുക്ക് അങ്ങനെ ഒരിക്കൽ തന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു മിസ്റ്റേക്കിൽ എടുത്ത് പറ്റിയതാണ്. അപ്പോൾ അവർ നമുക്കത് എക്സ്ട്രാ നമ്മൾ പേ ഔട്ടിൻ്റെ എമൗണ്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഒരു എനിക്കൊരു അക്കൗണ്ട് എക്സ്ട്രാ കൂടുതൽ തരായിരുന്നു. ഒരു കോംപ്ലിമെന്ററി എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിപ്സ് റിജക്ഷൻ ഇല്ല, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സപ്പോർട്ട്. അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർ പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്, പേ ഔട്ട് ചൊവ്വാഴ്ച കൊടുക്കണം, എല്ലാ ചൊവ്വാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ലൈവായിട്ട് അക്കൗണ്ട് ഇട്ട് ട്രേഡ് പ്രോഫിറ്റ് ചെയ്യാൻ ചൊവ്വാഴ്ച പേ ഔട്ട് കിട്ടും. അതുപോലെ 5 ദിവസം വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ ഇവർ KYC ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ KYC പറഞ്ഞ മാനുവലി തന്നെ അവർ നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ട് മെയിൽ ചെയ്ത് വാങ്ങിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൽഫേനെ പോലെ റിജക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഇതുകൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക ഒരു പ്രൈസ് കുറവായിരുന്നു. അവരിപ്പോൾ ഈ ചലഞ്ചസ് 3 കൂടി അവതരിപ്പിച്ചപ്പോൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഇവർ ഓക്കെയാണ്. പിന്നെ നമ്മൾ 1-2 വീഡിയോസിൽ നമ്മുടെ ഫോളോവേഴ്സ് കുറച്ചുപേര് ചോദിച്ചിരുന്നു, ഒരുപാട് പുതിയ ഇൻഡസ്ട്രീസ് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊഫൈം കമ്പനീസ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും പുതിയൊരു കമ്പനീനെ ഒരു സജഷൻ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടോ? ഞാനിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇക്വിറ്റി എഡ്ജ് ഉണ്ട്. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നേക്കുന്നതാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ചെറിയൊരു ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് MT5 കുബേർ ഇതിൻ്റെ ഇതായിരുന്നു, ബ്രോക്കറായിരുന്നു അവരെടുത്തിരുന്നത്. അവരിപ്പോൾ MT5 വീണ്ടും വിഷു വന്നതോടുകൂടി അവരിപ്പോൾ മാച്ച് ട്രേഡറിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് ഈ ഒരു 2-3 ദിവസമായിട്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കുഴപ്പമില്ല, പേ ഔട്ടും കാര്യങ്ങളും. ഇപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒത്തിരി പേര് ഇപ്പോൾ പേ ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്തു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് പിന്നെ 7 ദിവസത്തിനുള്ള പേ ഔട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പിപ്സിൻ്റെ ഒപ്പം തന്നെ ഒരു പേ ഔട്ട് റിജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു കമ്പനി ആയിട്ട് നമുക്ക് അടുത്തോളം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡിലേക്ക് ഒക്കെ വരാനോ അല്ലെങ്കിൽ അസെൻഡെക്സിൻ്റെ ഒക്കെ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ 2.5K തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ 5K ഉണ്ട്, 10K ഉണ്ട്, 100K വരെയാണുള്ളത്. അതുപോലെ തന്നെ 5Kക്ക് $15 നമുക്ക് വരുന്നുള്ളൂ. അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എല്ലാവരും $30 ഒക്കെ വാങ്ങി, അതിൻ്റെ പകുതി കാശേ ഉള്ളൂ. നിലവിൽ പർച്ചേസിങ്ങിന് പേ ഔട്ട് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അവരിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മാറിയതിന്റെ മൈഗ്രേഷൻ നടക്കുന്നതിന്റെ കുറച്ച് ഇഷ്യൂസ് മാത്രം നിലവിൽ ഫേസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് മന്തിലെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് റീസെന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ പറയാനുള്ളത്. പിന്നെ പുതിയ വരുന്ന ഇൻഡസ്ട്രീസിൽ ചാടിക്കയറി പെട്ടെന്ന് ഒന്നും ആരും ഇക്വിറ്റി എഡ്ജ് ഒന്നും എടുക്കാൻ ഞാൻ പറയുന്നില്ല, നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. പക്ഷേ ഇതുവരെയായിട്ട് ഈ ഒരു നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം ട്രൂ ഫോറസ്റ്റ് ഫണ്ടൊക്കെ നല്ലൊരു ഫേമായിരുന്ന ഫേമാണ്. പെട്ടെന്ന് പോയതുകൊണ്ട് നാളെ ഒരിക്കൽ വന്നിട്ട് നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊന്നും പറയാനായിട്ടും വരരുത് ആരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൂ ഫോറസ്റ്റ് ഫണ്ട് ഈ പേ ഔട്ട് റിജക്ഷൻ ഇല്ലായിരുന്നു. അവരുടെ സ്റ്റാഫ് ചാർജ് കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാൻസും കാര്യങ്ങളൊക്കെ പഴയ മോഡൽ 5 years മോഡലൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികം പുതുതായിട്ട് വന്നേക്കുന്നവരൊന്നും ആ ഫേമിനെ കുറിച്ച് കേൾക്കാൻ സാധ്യത ഉണ്ടാവില്ല. നമുക്ക് 1ാം സ്ഥാനത്ത് ഫണ്ടിംഗ് പിപ്സ് ആണ്. പേ ഔട്ട് റിജക്ഷൻ ഒന്നും ഇല്ലാതെ വന്നേക്കുന്നതുകൊണ്ട് ഫണ്ടിംഗ് പിപ്സിനാണ് നമ്മൾ അത് കൊടുക്കാം. അതുപോലെ തന്നെ ഫണ്ടനെക്സിന്റെ മാറ്റം ചേഞ്ചസ് നല്ലൊരു ഇതായിട്ട് കാണാം. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ തോന്നുന്നു ഫണ്ടനെക്സ് ഇനി ഒരു ഡിലേ ഒന്നും ഇല്ലെങ്കിൽ, പേ ഔട്ട് ഒന്നും ഡിലേ ചെയ്യില്ലെങ്കിൽ നമുക്ക് അടുത്ത ഫണ്ടനെക്സിന് നമുക്ക് എന്തെങ്കിലും നോക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും പ്രോഫിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ആധികാരികമായിട്ട് 2 കമ്പനികളുടെ കാര്യം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഫണ്ടനെക്സിന്റെ കാര്യം, ഇക്വിറ്റി എഡ്ജ് എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ചേഞ്ചസോ മറ്റോ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ഡെയിലി നമ്മൾ കൃത്യമായ അപ്ഡേറ്റുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ട്രേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് ഉള്ളവരെ മാത്രം അല്ലെങ്കിൽ ഫോറക്സിൽ ചെയ്യണവരെ മാത്രം ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കേട്ടിട്ട് അങ്ങനെ നമുക്ക് വെറുതെ അതിലെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആരും വരരുത്. നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടായി മാറും. കുറേ പേര് വെറുതെ വന്നിരുന്നിട്ട് മറ്റുള്ളവരുടെ ഐഡിയിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഓരോ കോൾസ് കൊടുക്കില്ല, അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് അത്യാവശ്യം പെർഫെക്ഷനോട് ചെയ്യുന്ന കുറേ പേരുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കോൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ ഒരു ഫണ്ടഡ് അക്കൗണ്ടൊക്കെ പാസ്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.